CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് നാളെ തമിഴ്നാട്ടിലെ മധുരയിൽ തുടക്കമാകും. തമുക്കം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ ഞായറാഴ്ച വരെയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുക. 80 നിരീക്ഷകരടക്കം 811 പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കും. CPIM-നെ ഇനി ആര് നയിക്കും? പ്രായപരിധിയുടെ പേരിൽ ആരൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും? ആർക്കൊക്കെ ഇളവ്? 24ാം പാർട്ടി കോൺഗ്രസിന് നാളെ തമിഴ്നാട്ടിലെ മധുരയിൽ തുടക്കമാകുമ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് PB കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രകാശ് കാരാട്ട് വീണ്ടും ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് തിരികെ എത്തുമെന്ന് അഭ്യൂഹങ്ങളുണ്ട്. പിണറായി വിജയനുള്ള പ്രായപരിധി ഇളവ് പ്രകാശ് കാരാട്ടിനുണ്ടാകുമോ എന്നത് നിർണായകമാകും. വൃന്ദ കാരാട്ട്, സുഭാഷിണി അലി തുടങ്ങിയവർ PBയിൽ തുടരുന്നതിന് സാധ്യത കുറവാണ്. In future, definitely there will be a woman general secretary, but this time, because the two women who are in the Politburo, Comrade Pinarayi Vijayan was all exempted last time. Actually, he is the chief minister of a very important state, which is leading the fight against the BJP RSS. കേന്ദ്ര കമ്മിറ്റിയിലെ സീനിയർ അംഗമായ MA ബേബിയുടെ പേര് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കും. അങ്ങനെയെങ്കിൽ EMSന് ശേഷം ജനറൽ സെക്രട്ടറിയാകുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആളാകും MA ബേബി. ഈ വിഷയത്തിലെ ചർച്ചകളിൽ കാര്യമില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ 24നോട്. ബാക്കിയുള്ള PB അംഗങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. ഈ പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. അത് സ്വാഭാവികമാണ്. പ്രതീക്ഷകളും നിഗമനങ്ങളും ഒന്നുമല്ല പാർട്ടി കോൺഗ്രസ്, തീരുമാനങ്ങളാണ്. നിങ്ങൾ കാത്തിരിക്കൂ. കേരളത്തിൽ നിന്ന് CPM പൊളിറ്റ് ബ്യൂറോയിലേക്ക് പുതുതായി ആരെങ്കിലും വരുമോ എന്നതിലും പാർട്ടി കോൺഗ്രസിൽ തീരുമാനമുണ്ടാകും. EP ജയരാജൻ, KK ശൈലജ തുടങ്ങിയവർ PBയിലേക്ക് എത്തിയേക്കാം. പ്രായപരിധിയെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് PK ശ്രീമതി, AK ബാലൻ എന്നിവർ ഒഴിവാകും. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിനെ തുടർന്നുള്ള ഒഴിവ് നികത്തിയിട്ടുമില്ല. ഈ ഒഴിവിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ എത്തുമെന്ന് ഉറപ്പാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ്, VN വാസവൻ, MB രാജേഷ് തുടങ്ങിയ പേരുകളും ഉയരുന്നുണ്ട്. ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഒരു പാർട്ടി കോൺഗ്രസ് ഇന്ത്യയിലെ CPIM-ന്റെ ചരിത്രത്തിൽ ഇതാദ്യം. മധുര പാർട്ടി കോൺഗ്രസിൽ നിർണായകമാകുന്നതും ആര് അടുത്ത ജനറൽ സെക്രട്ടറി എന്നതാണ്. ഒപ്പം PBയിലേക്ക് ആരൊക്കെ പുതുതായി. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം മധുരയിൽ നിന്നും ദീപക് ധർമ്മടം, 24.